തന്റെ മകനെ വധിക്കാൻ ഇറാൻ ശ്രമം നടത്തിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകനെ വധിക്കാനും ഇറാൻ ശ്രമം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇളയ മകൻ ബാരൻ ട്രംപിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് തോന്നിക്കുന്നൊരു വീഡിയോ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ സംപ്രേഷണം ചെയ്ത സംഭവത്തിൽ US സീക്രട്ട് സർവീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതായി സീക്രട്ട് സർവീസ് സ്ഥിരീകരിച്ചെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇറാനിലെ കടുത്ത യാഥാസ്ഥിതിക നിലപാടുള്ള ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഔദ്യോഗിക മാധ്യമമായ IRIB കഴിഞ്ഞ ആഴ്ചയിലാണ് ഈ വീഡിയോ പുറത്തുവിട്ടത്. ഏതാണ്ട് 3 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ വീഡിയോ ആരംഭിക്കുന്നത് ബാരൻ ട്രംപിനെ എവിടെ വെച്ച് കൊല്ലാം എന്ന ഇംഗ്ലീഷ് തലക്കെട്ടോടെയാണ്. ന്യൂയോർക്കിലെ ട്രംപ് ടവർ ഉൾപ്പെടെ ബാരൻ ട്രംപ് സാധാരണയായി സമയം ചെലവഴിക്കാറുള്ള പ്രധാന സ്ഥലങ്ങളുടെ വിവരങ്ങളും ചിത്രങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. വീഡിയോയുടെ അവസാന ഭാഗത്ത് തങ്ങൾ പ്രഖ്യാപിച്ച $10 മില്യൺ അതായത് ഏകദേശം 83 കോടി ഇന്ത്യൻ രൂപയുടെ സമ്മാനത്തുക കൈപ്പറ്റാൻ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന പശ്ചാത്തലത്തിൽ ഒരാൾ പറയുന്നുമുണ്ട്. അതേസമയം സീക്രട്ട് സർവീസ് വക്താവ് നേറ്റ് ഹെറിംഗ് ഈ സംഭവത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. വീഡിയോയെക്കുറിച്ച് US സീക്രട്ട് സർവീസിന് അറിവുണ്ട്. ഞങ്ങളുടെ സംരക്ഷണത്തിലുള്ള വ്യക്തികൾക്കെതിരെ ഭീഷണിയായി കണക്കാക്കാവുന്ന ഏത് കാര്യവും ഏജൻസി പരിശോധിക്കുമെന്നും ഹെറിംഗ് പറഞ്ഞു. എന്നാൽ വീഡിയോയുടെ ഉള്ളടക്കത്തെക്കുറിച്ചോ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ പുരോഗതിയെക്കുറിച്ചോ കൂടുതൽ വിശദീകരണം നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. പ്രവർത്തന സുരക്ഷയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് സീക്രട്ട് സർവീസ് വ്യക്തമാക്കിയത്. ഇതുപോലെ ഏതാനും മാസങ്ങൾക്ക് മുന്നേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകളും പ്രമുഖ ബിസിനസ് വ്യക്തിയുമായ ഇവാങ്ക ട്രംപിനെ വധിക്കാൻ ലക്ഷ്യമിട്ടുള്ള അതീവ രഹസ്യമായ കൊലപാതക പദ്ധതി സുരക്ഷാ ഏജൻസികൾ തകർത്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ഔദ്യോഗിക സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പരിശീലനം ലഭിച്ച മുതിർന്ന ഒരു ഭീകരനാണ് ഈ വധശ്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും അന്വേഷണ സംഘം അന്ന് കണ്ടെത്തിയിരുന്നു. ഫ്ലോറിഡയിലുള്ള ഇവരുടെ ആഡംബര വസതി കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനായിരുന്നു അയാൾ പദ്ധതി തയ്യാറാക്കിയിരുന്നത്. മുഹമ്മദ് ബാഗർ സാദ് ദാവൂദ് അൽ സാദി എന്ന 32-കാരനായ ഇറാഖ് പൗരനാണ് ഈ ഗൂഢാലോചന കേസിൽ US രഹസ്യാന്വേഷണ ഏജൻസിയായ FBI പിടിയിലായത്. തുർക്കിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ഇയാളെ പിന്നീട് അമേരിക്കയ്ക്ക് കൈമാറുകയായിരുന്നു. മുൻപ് ഇറാന്റെ പ്രമുഖ സൈനിക കമാൻഡറായിരുന്ന ഖാസിം സുലൈമാനിയെ അമേരിക്കൻ സൈന്യം വ്യോമാക്രമണത്തിലൂടെ വധിച്ചതിന് പകരമായിട്ടാണ് ട്രംപിന്റെ കുടുംബത്തെ ലക്ഷ്യമിട്ടുള്ള ഈ പ്രതികാര നീക്കം. സുലൈമാനിയുടെ മരണത്തിന് പ്രതികാരമായി ട്രംപിന്റെ കൊട്ടാരം തകർക്കുമെന്നും ഇവാങ്ക ട്രംപിനെ വധിക്കുമെന്നും അൽ സാദി തന്റെ അടുത്ത അനുയായികളോട് വെളിപ്പെടുത്തിയിരുന്നതായി നയതന്ത്ര വൃത്തങ്ങളും പറയുന്നു. ഫ്ലോറിഡയിൽ ഇവാങ്കയും ഭർത്താവ് ജാരദ് കുഷ്ണറും താമസിക്കുന്ന $24 മില്യൺ വിലമതിക്കുന്ന ആഡംബര ബംഗ്ലാവിന്റെ കൃത്യമായ ബ്ലൂ പ്രിന്റും ഭൂപടവും ഇയാളുടെ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും FBI കണ്ടെടുക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങൾ വഴിയും അമേരിക്കയ്ക്ക് നേരെ ഇയാൾ കടുത്ത ഭീഷണികൾ പലപ്പോഴായി മുഴക്കിയിരുന്നു. അമേരിക്കൻ രഹസ്യ സുരക്ഷാ ഏജൻസികൾക്കോ ട്രംപിന്റെ വലിയ കൊട്ടാരങ്ങൾക്കോ ഇനി തങ്ങളെ തടയാൻ കഴിയില്ലെന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് ഇയാൾ വിദേശ ഭാഷകളിൽ പങ്കുവച്ചിരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി യൂറോപ്പിലും വടക്കേ അമേരിക്കയിലുമായി നടന്ന 18ഓളം അട്ടിമറി നീക്കങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് US ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ പറഞ്ഞത്. ചാരപ്രവർത്തനങ്ങൾക്കും ആക്രമണങ്ങൾക്കുമായി ഇറാഖിന്റെ ഔദ്യോഗിക സർവീസ് പാസ്പോർട്ട് ട്രാവൽ ഏജൻസി ബിസിനസ്സുമാണ് ഇയാൾ പ്രധാനമായും മറയാക്കി ഉപയോഗിച്ചിരുന്നത്. ഇതിനോടൊപ്പം ലണ്ടനിലും ആംസ്റ്റർഡാമിലും ജൂതവംശജരെ ലക്ഷ്യമിട്ടുണ്ടായ കത്തിക്കുത്തുകൾക്കും ബോംബാക്രമണങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചതും ഇയാൾ തന്നെയാണ് എന്നാണ് അമേരിക്കൻ ഏജൻസികളുടെ കണ്ടെത്തൽ.